ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ട്രാവൽ വ്ളോഗാണ്. നമ്മൾ അയർലൻഡ് കോർക്ക് അവിടെ ബ്ലാർണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്താണെന്നുള്ളത്. ഒരു സ്പെഷ്യൽ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കോർക്കിൽ നിന്ന് ബസ് കയറി ഞാനും എൻ്റെ പുന്നാര വൈഫും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി ബ്ലാർണിയിലെത്തി. ബ്ലാർണി എന്ന് പറയുമ്പം കുറച്ച് പേർക്കെങ്കിലും ഇവിടെ അയർലൻഡിലുള്ളവർക്ക് അറിയാം എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. അതെ, ബ്ലാർണി സ്റ്റോൺ, ബ്ലാർണി കാസിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ്. അവിടേക്ക് നമ്മൾ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയൊരു 5-10 മിനിറ്റ് നടക്കാനുണ്ട്. നടന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗാർഡൻ കാണും. ഈ ഗാർഡനൊക്കെ കാണാൻ വളരെ നല്ലതാണ് കേട്ടോ. അതായത് എല്ലാം നീറ്റായിട്ടുള്ളൊരു സ്ഥലം. കുറേ ആളുകളുണ്ട്, എന്നാൽ നമുക്ക് അവരെ ഒന്നും കാണാനും പറ്റത്തില്ല. അതായത് എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങി നോക്കൂ, എത്ര മനോഹരമാണ്. നമുക്ക് പല നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒത്തിരി ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇവിടെ കുറേ പണ്ടത്തെ ആചാരങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ വിഷിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷിംഗ് സ്റ്റെപ്സിൽ എന്താ പറയുക, സംഭവം സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്തു. എൻ്റെ വൈഫ് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലൊരു ചെറിയൊരു ഇടവഴിയാണ് താഴോട്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് താഴോട്ട് കണ്ണടച്ച് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരണം. ഒരു വലിയ താമസമൊന്നുമില്ലാതെ ഇവർ പറയുന്ന 1 വർഷത്തിനുള്ളിൽ ഇത് അറിയും എന്നാണ്. അത് നമ്മൾ വിചാരിച്ചത് ഒന്നെങ്കിലും നടക്കും, അല്ല അതിനോട് സാമ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഞാനും ഒരു കൈ നോക്കി, അറിയത്തില്ല, നോക്കാം. ഇത് വർക്കാവുമെങ്കിൽ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടാം. അങ്ങനെ നമ്മൾ നടന്ന് അവിടെയെല്ലാം കണ്ട് ബ്ലാർണി സ്റ്റോണിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ ഇതുപോലെ ആരോ മാർക്കൊക്കെ ഉണ്ട്. ഈ വഴി കൂടെ, ആ ഇടവഴി കൂടെ നമുക്ക് കയറിപ്പോവാം. പക്ഷേ ഇതുവഴി പോകുമ്പോൾ നമുക്ക് കുറേ ഈ കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പണ്ടത്തെ ഇതുപോലെ കുറേ ബിൽഡിങ്ങുകൾ കാണാം. ഇതാണ് ആ ഗോപുരം. ഏകദേശം 600 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ഒരു ഗോപുരമാണിത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഭടന്മാരൊക്കെ ഇവിടെ ഒരു കാസിലുണ്ട്. ആ കാസിൽ വീടുകളുടെ അവസാനമുണ്ട്. അവിടേക്ക് ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു വരുവാണെങ്കിൽ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടാൽ മനസ്സിലാവും. ഞാനൊന്ന് ട്രൈ ചെയ്തു, തല വെട്ടാനൊന്നും ആരുമില്ല. അപ്പം അങ്ങനെ കുറേ ഹിസ്റ്ററി ഉള്ള ഒരു സ്റ്റോണാണിത്. അപ്പം അതേ അകത്തേക്ക് കയറാൻ പോവാണ്. എൻ്റെ വൈഫ് അവിടെ ഇവിടെയൊക്കെ പരതി നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇത്രയും വലിപ്പമുണ്ട്. ഏകദേശം ഒരു 100-150 അടിയോളം പൊക്കം. കണക്ക് കറക്റ്റാണെങ്കിൽ ഏകദേശം വരും. അവിടെ നോക്കിയാൽ നമുക്ക് ഈ കോർക്ക് സിറ്റി ഏകദേശമൊക്കെ നമുക്ക് കാണാം കേട്ടോ, നന്നായിട്ട് തന്നെ കാണാം. അപ്പോൾ ഈ അപ്പച്ചൻ്റെ ബാക്കിലായിട്ട് ഞങ്ങളും കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഈ കിച്ചൺ, ആൾക്കാർ കൂടുന്നിടം, പണ്ടത്തെ ഭടന്മാരിരിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് താഴേന്ന് തൊട്ട് നമുക്ക് ഓരോ കാഴ്ചകൾ കാണാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കയറി പോകുന്ന വഴിയാണ്. ഇത് കണ്ടില്ലേ, അതായത് ഒരാൾക്ക് കയറാൻ പറ്റുമെന്ന് പോലും നമുക്കറിയത്തില്ല, അതുപോലെ ഇടുങ്ങിയ വഴി. എൻ്റെ വൈഫ് മണ്ടേ കയറിയപ്പം പേടിച്ച് വിറങ്ങലടിച്ചൊരു സൈഡിൽ നിൽക്കുക. ഇപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടോ, ഇത്ര മനോഹരമാണെന്ന് നോക്കിയേ. ആ ഗാർഡൻ ഫുള്ള് നമുക്ക് കാണാം. ഇനി ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്റ്റോൺ പതിപ്പിച്ച, അതൊരു പ്രഷ്യസ് സ്റ്റോൺ പതിപ്പിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ കിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഞാനും ആ ചേട്ടൻ എന്നെ താഴോട്ട് തള്ളിയിട്ട്, നമുക്ക് ആദ്യമൊക്കെ പേടിയാണ് കേട്ടോ, പിടിച്ചില്ല ഇടവഴി കൂടെ പോവും. അവിടെ ഒരു ഉമ്മയൊക്കെ വെച്ച് വളരെ സന്തോഷത്തോടെ തിരിച്ച് കയറി. പിന്നെ ടോപ്പ് എൻഡിൽ നിന്ന് നമുക്ക് കാണാൻ ഒത്തിരി ഉണ്ട്. താഴോട്ട് നോക്കാം, നമ്മൾ കയറി വന്നത് കാണാം. അങ്ങനെ അവിടെ ഇവിടെ എല്ലാമായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ മടുത്തു കേട്ടോ. അവിടെ കയറി കഴിഞ്ഞപ്പം മടുത്തു, കാരണം നല്ല ക്യൂ ആയിരുന്നു. പതുക്കെ കയറാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പതുക്കെ കയറിപ്പോയതുപോലെ ഞങ്ങൾ തിരികെ ഇറങ്ങി. കയറിയപ്പം എൻ്റെ വൈഫായിരുന്നു ഫ്രണ്ടിൽ, ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ മടുത്തു എന്ന്. അപ്പം ഞങ്ങൾ അവിടെ തന്നെ, നമുക്കകത്ത് തന്നെ ചെറിയൊരു ഒരു കഫേ പോലെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് 2 പിസയും അതുമൊക്കെ കഴിച്ച് ആദ്യം പറഞ്ഞ പോലെ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ ബ്ലാർണി കാസിൽ. ഇത് രാജകൊട്ടാരമാണ്. നോക്കൂ, ആരുമില്ല. നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. നമുക്ക് എത്ര വേണേലും കാണാം, കറങ്ങാം, അതുപോലെ സ്വാതന്ത്ര്യമുള്ളതാണ്. അപ്പോൾ അയർലൻഡിലുള്ള ആൾക്കാർ, അല്ല അയർലൻഡിലേക്ക് വരുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ബ്ലാർണി കാസിൽ, ബ്ലാർണി സ്റ്റോൺ. താങ്ക്